അളിയോ ചൂണ്ടി ഞാൻ വലിച്ചു കയറി കളയും ഞാൻ. അറിയാമല്ലോ 2 ദിവസം കഴിയാൻ നേരത്ത് വിഷുവാ. മാമൻ നിക്കുന്ന കണ്ടോ? എന്റെ പൊന്നു കൊണ്ട് മാമന്റെ കാല വീണ കാല പിടിക്കും. അളിയ ഇത് ഒരുമാതിരി ഉടാപ്പ് പരിപാടിയായിട്ട് എന്റെ അടുത്തേക്ക് വരല്ലേ. 10ന്റെ പൈസ എന്നെ കൊന്നാലും ഞാൻ കൈനീട്ടമായിട്ട് തരില്ല അളിയാ, തരില്ല. അളിയ അത് അങ്ങനല്ല ചേച്ചി, നീ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഒരു വിഷു ആവുമ്പോഴത്തേക്കും കുഞ്ഞു പിള്ളേരുള്ള വീട്ടിൽ അവർക്ക് കൈനീട്ടം കൊടുക്കുന്ന ഒരു അനുഗ്രഹമല്ലേ അത്? എനിക്ക് അങ്ങനെ വലിയ അനുഗ്രഹം വേണ്ട. പൈസ കൊടുത്തിട്ടുള്ള അനുഗ്രഹം വേണ്ട എനിക്ക്. അല്ലാതെ എന്റെ ദൈവത്തിനെ അങ്ങ് വിളിച്ചാൽ മതി. ചേട്ടാ ഒരേ ഒരു അളിയനല്ലേ ഉള്ളത്, നല്ലൊരു ദിവസമല്ലേ കുഞ്ഞിന് എന്തെങ്കിലും കൊടുത്തു. നിനക്ക് എന്തിന്റെ കേടാ നിനക്ക്? അളിയൻ നമ്മുടെ കുഞ്ഞിനൊരു ഇച്ചിരി ഇത് കൊടുക്കുന്നതിന് അളിയൻ ഇതിന്റെ പിശുക്ക് മാറണം കേട്ടോ അളിയൻ. ഞാനിങ്ങനെ പിശുക്കിയിട്ടാണ് ഈ കാണായ സ്വത്ത് മൊത്തം ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ഇനിയും പിശുക്കും, എന്റെ മരണം വരെ പിശുക്കും. പക്ഷെ അളിയൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? ഞാനില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ജീവനോടെ ഈ വീടിന്റെ മുറ്റത്ത് നിക്കത്തില്ലായിരുന്നു. അതെന്താ? എന്താണോ ഇടീ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ പുള്ളിയെ മൂർക്കം പാമ്പ് കടിച്ചു. നാട്ടുകാരുടെ കൂട്ടത്തിൽ ഞാനും പോയി. പാതിരാത്രി ആയപ്പോഴത്തേക്ക് വിഷവൈദ്യന്റെ അടുത്തോട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളിയുടെ വാതിക്കൽ ഇങ്ങനെ എഴുതിയിട്ടേക്കുന്ന ഓരോ പാമ്പിന്റെ വിലവിവരങ്ങള്. മൂർക്കം പാമ്പ് കടിച്ചാൽ 5000 രൂപ, രാജവെമ്പാല കടിച്ചാൽ ഇത്ര രൂപ, ഏറ്റവും അടി എഴുതിയേക്ക് നീർക്കോലി കടിച്ചു കഴിഞ്ഞാൽ 500 രൂപ എന്ന്. ഈ പുള്ളി അത്രയും കൊത്തുകൊണ്ടിട്ട് വായിക്കൂടെ പഴയ വന്നിട്ട് പുള്ളികൾ പറയുക എന്നെ കടിച്ചത് നീർക്കോലിയാണ് നീർക്കോലിയാണ്. അയ്യോ അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? 500 രൂപ ഞാൻ കൊടുത്ത് ലാഭിച്ചു, ഇല്ലെങ്കിൽ ഞാൻ 5000 രൂപ കൊടുക്കേണ്ടി വരില്ലായിരുന്നു. എന്നിട്ട് എന്റെ അരക്കിടന്ന് ഏലസ് ഞാൻ കൊണ്ട് പണയം വെച്ചിട്ട് 5000 രൂപയ്ക്ക് ഈ പുള്ളിയെ രക്ഷപ്പെടുത്തിയത്. 3 ദിവസം ഏലസിന്റെ കൊട്ടി അതിന്റെ കളറൊന്നും പുറത്തു വരാണ്ട് കറുത്തിരിക്കുന്ന ഏലസ് ഞാൻ കാണിച്ചാണ് ഏറ്റവും വലിയ തെറ്റ്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവന്മാർക്ക് മാപ്പില്ലളിയാ. ഞാൻ അടിയാൻ വിചാരിച്ചു. മോനെ ഞാനൊരു കാര്യം പറയാം, അഥവാ നീ വളർന്ന് വലുതായി അച്ഛൻ ചത്തുപോയാലും ഈ വീടിന്റെ മുന്നിൽ കാല് കുത്തിപ്പോയി ഈ നാരുടെ മുന്നിൽ കേട്ടോ. നീ അങ്ങോട്ട് ഇല്ല നീ ഞാൻ ഇനി ഒരു കേസുമായിട്ട് നീ ഇങ്ങോട്ട് വരത്തില്ല. ഒരു കാര്യം നീ ആ പുറകെ ചെന്നൊരു തോട്ടി എടുത്തോണ്ട് ഞാൻ 2 പൂ വരച്ചോട്ട് പോയി. എന്റെ കണിക്കൊന്നേലും തൊട്ട് കഴിഞ്ഞാൽ നിന്റെ മുഴയും ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. ഇത് പറിച്ചോണ്ട് പോകുന്നത് എനിക്കെന്തോ അത് പറിക്കരുത്. പറിക്കോ നീ പറിക്കോ നീ പറിക്കോ നീ തന്റെ പൈസയും വേണ്ട തന്റെ സ്വർണവും വേണ്ട 2 പൂ പറിക്കുന്ന പൂ പറിക്കാൻ പറ്റില്ല. കണിക്കൊന്ന ഇപ്പൊ കിട്ടാനില്ല. ഞാൻ 1000 സമ്പാദിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് പൂ. അത് ഞാനിവിടെ രാപകലില്ലാതെ ഇതിന് കാവലിരുന്നിട്ട് അതൊരു കാര്യം ചെയ്യും. ഈ പൂവെല്ലാം കൂടെ തോരൻ വെച്ച് അങ്ങ് തിന്ന്. അല്ല വേണ്ട തോരൻ പറ്റുന്ന പൈസ കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞു. കൊച്ചിന് തലയിൽ മുട്ടി പൂ